ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ബെയ്റൂട്ടിലും തെക്കൻ ലെബനനിലും നടത്തിയ ആക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു. നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ വ്യാപാര കരാറുകൾക്കുമായി ഇന്ത്യയും കാനഡയും ധാരണയിലെത്തി. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ബെയ്ത് ഷെമേഷ് നഗരത്തിൽ മിസൈൽ പതിച്ച് 9 പേർ കൊല്ലപ്പെട്ടു. ജെറുസലേമിലും ടെൽ അവീവിലെ സർക്കാർ സമുച്ചയങ്ങൾക്കും നേരെ ആക്രമണമുണ്ടായിട്ടുണ്ട്. കുവൈറ്റിലെ അലി അൽ സലേം വ്യോമതാവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒന്നിലധികം US യുദ്ധവിമാനങ്ങൾ തകർന്നതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. നിലവിലെ സാഹചര്യത്തിൽ US-മായി ചർച്ചകൾക്കില്ലെന്ന കർക്കശമായ നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനി ഉൾപ്പെടെയുള്ളവർ US-ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും പകരം ശക്തമായ പ്രതികാരം മാത്രമാണ് ലക്ഷ്യമെന്നും ഇറാൻ സൈനിക നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുമായി മുൻപ് ഒപ്പിട്ട ആണവ കരാറുകളിൽ നിന്ന് അവർ ഏകപക്ഷീയമായി പിന്മാറിയതിനാൽ ഇനി ഒരു ചർച്ചയ്ക്കും US-നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ചർച്ചയ്ക്ക് പകരം യുദ്ധക്കളത്തിൽ മറുപടി നൽകാനാണ് ഇറാൻ താൽപ്പര്യപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇസ്രയേലിന്റെയും ഗൾഫ് മേഖലയിലെയും US താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം ശക്തമാക്കിയത്. ഖമൈനിയുടെ മരണശേഷം അധികാരം ഏറ്റെടുത്ത താൽക്കാലിക കൗൺസിൽ അമേരിക്കയുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും പൂർണ്ണമായും വിച്ഛേദിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്.